അല്ല, വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. വളരെ രസക്കാരി. നമുക്ക് ആ പാട്ട് എപ്പോൾ കേട്ടാലും നമുക്ക് ഏറ്റവും അധികം സംതൃപ്തി തരുന്നൊരു പാട്ടാണ്. അത് വളരെ മനോഹരമായിട്ട് പാടി. പ്രത്യേകിച്ച് ഒരു ഫാമിലി മുഴുവൻ ഇന്ന് ഒരാളുടെ വരാനുള്ളൂ, ഋതം പാടുമായിട്ട് പോയിരിക്കുകയാണ്. ഒരാളുടെ അല്ലേ, ഒരാളുടെ നമുക്ക് കിട്ടാനുള്ളൂ. ഇവരുടെ വീട്ടിലെല്ലാം ഉണ്ട്, അഭിനയമുണ്ട്, സംഗീതമുണ്ട്, നൃത്തമുണ്ട്, എല്ലാം കൂടെ ഒരു മെഗാഷോ ഉണ്ട്. കോമഡി, കാടൻപാട്ട്. എന്റെ മക്കള് പാടുന്ന ആളാ. രണ്ടുപേര് പാടുന്ന മക്കളാണ്. വൈഫ് മ്യൂസിക് ടീച്ചറാണ്. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം പ്രോഗ്രാമൊക്കെ തരുന്ന ശശാങ്കരാണ്. ശശാങ്കന്റെ മെഗാ ഷോയ്ക്ക് ഞങ്ങളൊക്കെ സ്കൂളിന്റെ പേരെന്താന്ന് പറഞ്ഞ പഠിപ്പിക്കുന്ന ഒരു ഭൈരവി നൃത്ത കലാനിലയം. ഭൈരവി നൃത്ത കലാനിലയത്തിന് ഞങ്ങളുടെ ഐറ്റം വേറെയുടെ വക സ്പെഷ്യൽ ഒരു നന്ദിയും ആശംസയും ഞങ്ങൾ അറിയിക്കുകയാണ്. 1993 കേരള സംഗീത നാടക അക്കാദമി രജിസ്ട്രേഷനോടുകൂടി തുടങ്ങിയ സ്ഥാപനമാണ്. ഇന്നും കുട്ടികൾ കുറവാണെങ്കിലും അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പൊ ഇന്ന് ഇവരെയൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ശശാങ്കേട്ടൻ എന്തുകൊണ്ട് ഇത്ര വലിയൊരു കലാകാരനായി എന്നുള്ളത്. ഇവരെ ഈ ഒരു വേദിയിൽ കൊണ്ടുവന്നതിൽ ചേട്ടനൊരു വലിയ നന്ദി നമ്മൾ പറയുകയാണ് അല്ലേ. അപ്പൊ അമ്മ ഏട്ടാ ഇടയ്ക്ക് ഇനിയും വരിക, നല്ല നല്ല സംഗീതങ്ങളുമായിട്ട്. വളരെ സന്തോഷം ഞങ്ങൾക്ക് ഇവിടെ വരാനും. ഈ ഫ്ലവേഴ്സിൻ്റെ ഈ കുടുംബത്ത് ശശാങ്കൻ ഉള്ളതുകൊണ്ട് വളരെ സന്തോഷമാണ്. എല്ലാവരോടും ഐറ്റം വേറയിലെ നമ്മുടെ കോമഡിയിലെ എല്ലാ കൂട്ടുകാരും സുഹൃത്തുക്കളും അതുപോലെ തന്നെ ജഡ്ജസും നമ്മുടെ അർജുൻ സാറും ഒരു കുടുംബം പോലെയാണ്. നമുക്ക് ഇദ്ദേഹം വന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോഴും വളരെ സന്തോഷമാണ്. അല്ല, അതിലുപരി നമുക്കൊരു സന്തോഷം എന്ന് പറയാൻ 500 എപ്പിസോഡായി. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് നമുക്ക്. ഈ കുടുംബത്തിൻ്റെ 500 എപ്പിസോഡായി. എല്ലാവർക്കും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ തുടക്കത്തിൽ മാത്രമുള്ള ഈ സ്റ്റാമറിങ്ങിന്റെ പ്രശ്നം തുടക്കത്തിൽ മാത്രമുള്ള ഉറക്കത്തിലുള്ളത്, വേറെ പ്രശ്നമില്ല അല്ലേ? അല്ല, അങ്ങനെയല്ല. ഓർക്കസ്ട്ര വീണ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ചില വാക്കുകൾ പറയുമ്പം അല്ല, ഇപ്പൊ നേരത്തെ പോലെ അല്ല. ഇപ്പൊ നമ്മൾ ചോദിക്കണേന് അപ്പൊ പടപടാന്ന് മറുപടി ഉണ്ട്. ഇപ്പൊ അല്ല, പുള്ളി ഇപ്പോഴത്തെ കുറച്ചും കൂടെ അത് വരരുതെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു രീതിയിലുണ്ട്. പിന്നെ മാത്രമല്ല, ഈ പറയുന്നത് പോലെ ഇപ്പൊ കുറെ മാറ്റമുണ്ട്. എന്നെ ബേസിക്കലി ചില സമയത്ത് ഇംഗ്ലീഷ് വാക്കുകൾ പറഞ്ഞിട്ട് ചേട്ടൻ അതിനെ കവർ ചെയ്തങ്ങ് പോവും. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ജംഗ്ഷനുണ്ട്, അവിടെ ആശുപത്രി മുക്ക് ജംഗ്ഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത് വിളിച്ചു, എവിടെ നിൽക്കുന്നു? ഞാൻ ആശുപത്രി മുക്ക് ജംഗ്ഷനിൽ നിൽക്കുന്നു. ചേട്ടൻ പെട്ടെന്ന് ആശുപത്രി മുക്ക് കിട്ടത്തില്ലെങ്കിൽ എവിടെ നിൽക്കുന്നു? ഞാൻ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിൽക്കുന്നു. അങ്ങനെ അത് കവർ ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പം ഏകദേശമൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, ദൈവത്തിന്റെ കളി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കൊടുത്ത കഴിവില് തൊട്ടിട്ട് പോലില്ല ഈ സാധനം. അതാണ് ദൈവത്തിന്റെ ഒരു കഴിവ്. ഇപ്പം കാസർഗോഡ് ഒരു ഗാനാഞ്ജലി, ഒരു മലബാർ ഗാനാഞ്ജലി എന്ന് പറഞ്ഞൊരു ട്രൂപ്പിൽ മെയിൻ സിംഗറാണ്. മെയിനായിട്ട് പാടി. അപ്പൊ ശശാങ്കേട്ട ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ പാട്ടുകൾ ഇനി വൈറലാക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക എന്നൊരു റിക്വസ്റ്റ് നമ്മളെല്ലാവരും പറയുകയാണ്. എന്തായാലും അമ്മ, ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലും അമ്മയുടെ സംഗീതം ആസ്വദിക്കാൻ പറ്റിയതിലും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി സോഷ്യൽ മീഡിയയിൽ ഈ പാട്ട് കണ്ട് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അർജുൻ സാർ, ഫ്ലവേഴ്സ് TV, ജഡ്ജസ്, എൻ്റെ ഐറ്റം വേറയിലെ എൻ്റെ സഹപ്രവർത്തകരായ എൻ്റെ കൂട്ടുകാർ, എൻ്റെ സഹോദരങ്ങൾ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.